അപ്പോൾ ഇനി താഴെ ഇറങ്ങി ആ ഒരു ചെറിയ ഗുഹ കാണാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ചു പോവാം. വളരെ പണ്ട് വന്നോ ഒരു ചെറിയ വഴി പോലെ കാണുന്നുണ്ട്. യാ കമോൺ ബ്രോ, നമ്മൾ ഗുഹ തപ്പി പോവാണ്. കണ്ടോ, ഇത് ഫുള്ള് വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന. അപ്പോൾ ഇത് ശരിക്കും പണ്ടേ ഉള്ളൊരു ഗുഹയാണെന്ന് ആരും വിചാരിക്കണ്ട. കാരണം ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഞാൻ വന്ന സമയത്ത് ഇത് ഇവിടെ മൺവെട്ടി നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കൊട്ടയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയതാണ് ഇവിടുന്ന് അന്നേണ്ടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് മണ്ണെടുക്കുമായിരുന്നു. അതായത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പണ്ടത്തെ പുലിമട എന്നൊക്കെ ഇതൊക്കെ ചുമ്മാ ഇപ്പത്തെ ആൾക്കാരുണ്ട് കൊത്തി വെച്ചതാ. നിപ്പാന്ന് എഴുതി വെച്ചതാ. ശരിയാ. അപ്പൊ ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി എടുക്കാണ്. എന്നാപ്പോ ഇതിന്റെ വേസ്റ്റ് കിടക്കുന്ന കണ്ടില്ലേ. ഇത് മറ്റേ കൂട്ടിയിട്ടേക്ക് വന്നു. കുപ്പി ഇത് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വഴിയുണ്ട് ബ്രോ. അതാണ് അതിന്റെ അറ്റം വരെ പോ. അപ്പോൾ ഇതാണ് പറഞ്ഞ സ്പോട്ട്. ഇതൊരു ചെറിയ ഗുഹ പോലെ, അതൊരു ചെറിയ മാൻമേഡ് ഗുഹ. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇവിടെ മഞ്ഞവരാണെങ്കിലും ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് ഇറങ്ങണം കേട്ടോ. കാരണം ഇവിടെയൊക്കെ തെന്നിപ്പോവുകയാണെങ്കിൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ വണ്ടിയുടെ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചെടുത്ത് തിരിച്ചെത്തി. അപ്പോൾ 2 വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആരെടുത്തുകൊണ്ട് പോകാനാണ്, എങ്ങനെ എടുത്തുകൊണ്ട് പോകാനാണ്. അപ്പോൾ നല്ലൊരു ഓഫ് റോഡാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എയർ നല്ല രീതി കുറയ്ക്കാൻ പോവാം. നമ്മുടെ ഡൗൺ ഹില്ല് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓ വേണ്ട, ഇത് ആക്ച്വലി മറ്റേ ജമ്പ് ചെയ്യേണ്ട സ്ഥലമാണ് അല്ലേ. ഫുൾ സസ്പെൻഷൻ വണ്ടിയിൽ ജമ്പ് ചെയ്യേണ്ട കൊട്ട് സ്ഥലമാണ്. അതും ഈ സൈഡിൽ ഇത്രയും സൈഡിൽ ഈ പുല്ലും കൂടെ ഉള്ളതുകൊണ്ട് വിഷയമാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത് തന്നെ ഇറക്കണം. താഴ്ത്തും. അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞു. പൊളി പൊളി പൊളി, അടിപൊളി അടിപൊളി. നൈസ് നൈസ്.
ചെറുതായിട്ട് മറ്റേ ഡിസ്ക് ഇല്ല ഡിസ്കിലാണ് തട്ടിയെന്നൊരു സംശയം. ടയറൊന്ന് വർക്കിക്കേ. ഓ ഇല്ല പേടിച്ചല്ലേ. ആ അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് കൂടുതൽ പിടിച്ച കേട്ടോ. ഐഷബ്ബ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി പൊങ്ങുമല്ലോ. അങ്ങനെ ബാക്കി പൊങ്ങിയപ്പോൾ നമ്മൾ ഇടത്തേക്ക് മറിഞ്ഞ്. അപ്പോൾ ഇടത്തേക്ക് മറിയുമ്പോഴത്തേന് കാല് കുത്തിയാൽ എന്നാണെങ്കിലും കാല് മടങ്ങും. അതുകൊണ്ട് നേരെ അങ്ങ് മറിഞ്ഞ് വീണ കേട്ടോ. അപ്പോൾ നമുക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു ചെറിയ പോർഷൻ. അതെ അതെ രാവിലെ വെളുപ്പിനെ ഒരു 3 മണിക്ക് ഇറങ്ങി. നല്ല ഉരുളും കല്ലുകളാട്ടോ. നമ്മൾ ടയർ കയറുമ്പോൾ കല്ല് ഉരുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും അടിയിൽ ഒരു ചെറിയ ഓഫ് റോഡ് സെക്ഷൻ കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ മാത്രമുള്ള വണ്ടിയിൽ ഫുള്ളി ഓഫ് റോഡ് ചെയ്ത് പോരാൻ പറ്റിയൊരു സ്പോട്ടല്ല. എത്തി അപ്പോൾ നമ്മുടെ ഡൗൺ ഹില്ല് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഡൗൺ ഹില്ല് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യുന്നതിന് മുമ്പ് എയർ കുറയ്ക്കുമെന്ന് പറയില്ല, അല്ലെങ്കിൽ 20 PSI അതിൻ്റെ ബിലോ ആക്കും നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തോരം കുറയ്ക്കുന്നതെന്ന് വേണം ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ കാണാൻ പറ്റുമോ അറിയത്തില്ല. അതെ പഴം പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ഡൗൺ ഹില്ല് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇവിടുത്തെ ഡൗൺ ഹിൽ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത് ഫുൾ സസ്പെൻഷൻ വണ്ടിയിൽ, അതായത് ഫ്രണ്ടും ബാക്കിലും ഷോക്കുള്ള, അപ്പോൾ അങ്ങനത്തെ വണ്ടിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺ ഹിൽ സെക്ഷനാണ് കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ 80 mm സസ്പെൻഷൻ ട്രാവലാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രീം ഓഫ് റോഡ് എന്ന് വേണേൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമ്മൾ ചാടിക്കാൻ പാടില്ല. നമ്മളെ ഒരു പുല്ലിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കയറി വന്നു, അത് കറക്റ്റ് ആയിരുന്നു. അതാണ് ഈ സ്പോട്ട്. ആ ഒരു അതായത് അത്ര കുറച്ച് അതെ കുറച്ച് അറിയാം ഭയങ്കരമായിട്ട്. അതെ അതെ ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ ഞാനും വീണു ഗൈസ്, വൈശബ്രോയി ചെറുതായിട്ടും വീണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് കിടക്കുന്ന വഴി, പക്ഷെ ഇതും നല്ല സ്റ്റീപ്പാണ്. നമ്മൾ കയറ്റി വന്നപ്പോൾ അല്ല കയറി വന്നപ്പോൾ കാണിച്ച പോലെ, അതുകൊണ്ട് നമ്മൾ ഡൗൺ ഹിൽ അടിച്ച് പോകണില്ല അല്ലേ. അതെ അതെ അല്ല അല്ലെങ്കിലും ഇച്ചിരി സേഫും അല്ല, കാരണം ചെറിയ വഴിയാണ്, ഹെയർപിന്നുണ്ട്, കയറി വന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവും. നല്ല രീതിയിൽ വണ്ടി പോണ റൂട്ട്. അതെ അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പോൾ ദേ ഇവിടുന്ന് നമ്മൾ ഇനി തിരിച്ചിറങ്ങും. അപ്പോൾ ദേ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. പറഞ്ഞ പോലെ ഒരു ഡൗൺ ഹില്ലൊന്നും അടിച്ച് പോണില്ല. കട വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ കള്ളിപ്പാറ വ്യൂ പോയിന്റ് നമ്മൾ രാവിലെ കാണിച്ച, അതായത് ആ വീഡിയോ രാവിലെ കാണിച്ച ആ കട തുറന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊരു നാരങ്ങ വെള്ളം ഒരു ചെറിയ കടിയും കഴിച്ചിട്ട് വടിയും കഴിച്ച് വ്യൂ ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കാറ്റാടിക്കടവ് വീഡിയോയുടെ സ്റ്റാർട്ടിങ് എടുത്ത ബ്രിഡ്ജ് കേട്ടോ, കാളിയാർ ബ്രിഡ്ജ്. കാളിയാർ നദിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് ഡാം ഉണ്ട്.
അപ്പോൾ അതെ ആ ചെക്ക് ഡാമിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. സംഭവം നല്ല വെള്ളമൊക്കെ കേട്ടോ. ഇവിടെ വെള്ളം കുറവാണ്. ഇവിടെ ഇച്ചിരി വെള്ളം കുറവാണ്. സാധാ ഈ സൈഡിലാണ് വെള്ളം കൂടുതൽ തന്നെ, ആഴം കൂടുതൽ തന്നെ. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ അത്യാവശ്യം ആഴമുണ്ട്. പക്ഷെ എന്നാലേ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതെ അതെ. മറ്റേ നല്ല മഴയുള്ളപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞ് ഈ പാണിയേലിപ്പോരൊക്കെ ഉള്ള പോലെ അവിടെ പോയിട്ടില്ലേ? ആ സെറ്റപ്പ് തന്നെ. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാടിന്റെ ഫീലിംഗ് അല്ലേ, കാടിന്റെ നടുക്കൂടെ ഒഴുകുന്ന പോലെ. അത് പുളിക്കടവ്. അതെ, പാണിയേലിപ്പോരിന്റെ ഒരു ഫീല് ഇടയ്ക്കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല തണുപ്പ് കേട്ടോ. ഇത് ചേട്ടൻ വലയിടാൻ പോവാണ്. ഓ നല്ല ഉരുളൻ കല്ലുകൾ കേട്ടോ. പക്ഷേ തെന്നലും ഉണ്ട്.